ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ പൊന്തി വരുന്ന മറ്റൊരു കാര്യം, തിരുമേനിക്ക് ഒരു മുഖമേ ഉള്ളൂ. സ്നേഹമായാലും ദേഷ്യമായാലും ഒറ്റ മുഖമേ ഉള്ളൂ, ഒരു പച്ച മനുഷ്യൻ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്നേഹം അഭിനയിക്കില്ല. ചെറിയ വാക്കല്ലത്. സ്നേഹം അഭിനയിക്കില്ല. സ്നേഹം ഉള്ളിലുണ്ടെങ്കിലേ അത് പ്രകടിപ്പിക്കും. ഇഷ്ടമില്ലെങ്കിൽ അത് ഒരു നല്ല കാര്യമാണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷേ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, തിരുമേനി നമ്മളെ കണ്ട് ചിരിക്കുകയും ഉള്ളിൽ മറ്റൊന്നാണെന്ന് വേണ്ട, ചിരിച്ചാൽ സ്നേഹമാണ്, ചിരിച്ചില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് ഉറപ്പിക്കാം. പഴത്തിനകത്ത് സൂചി വെച്ച് തരുന്ന പരിപാടി തിരുമേനിക്കില്ല. പഴം പഴമായും തരും, സൂചി സൂചിയായും തരും. പഴത്തിനകത്ത് സൂചി വെച്ച് കഴിമോനെ പഴം എന്ന് പറയുകയും വിഴുങ്ങി അങ്ങ് അണ്ണാക്കി ചെല്ലുമ്പോഴാണ് അതിൻ്റെ അകത്ത് എന്തോ ഉണ്ടായിരുന്നെന്ന് അറിയുന്നത്. ആ പരിപാടിയില്ല. നേരെ വാ നേരെ പോ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടം. അത് നല്ലതാണോ മോശമാണോ എന്നൊക്കെ ഉള്ളത്, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഡിബേറ്റ് വേറെ ഉണ്ടാവും. പക്ഷേ ഒറ്റ മുഖമേ ഉള്ളൂ. പഴത്തിനകത്ത് സൂചി വെക്കുന്ന പരിപാടിയില്ല. ഞാൻ കരുതിയിരുന്നത് തിരുമേനിക്ക് എന്നോട് വലിയ സ്നേഹമുണ്ടെന്നും ഞാൻ എന്തു പറഞ്ഞാലും എന്താഗ്രഹിച്ചാലും തിരുമേനി സാധിച്ചു തരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എവിടെ? ആരോടും നോ പറയാൻ ഒരു പ്രശ്നവുമില്ല. എന്റെ വലിയ ആഗ്രഹമായിരുന്നു ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ അധ്യാപകനായി പോകണം. അപ്പൊ അവിടെ ഒരു വേക്കൻസി വന്നു. 2 പേരെയാണ് അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന വസന്ത് റാവു, അച്ഛന് UTC പഠിച്ച ആളാണല്ലോ, റോഷൻ അച്ഛൻ. അപ്പോൾ വസന്ത് പറഞ്ഞു, സാധാരണ UTCയിൽ അവരെ നോട്ടിഫൈ ചെയ്യും, ഇന്റർവ്യൂ ചെയ്യും. എന്നാൽ 2 ഒഴിവ് വന്നു. നമ്മുടെ കോഴഞ്ചേരി ഇടവാങ്ങമായിരിക്കുന്ന ഡോക്ടർ ജോർജ് സക്കറിയ പ്രകാശ്, അദ്ദേഹം ന്യൂസിലൻഡില് മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാനായി പോയപ്പോൾ എത്തിക്സിന്റെ ഒരു ഒഴിവ് വന്നു. അന്ന് അവിടെ ന്യൂ ടെസ്റ്റമെന്റ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഡെക്സ്റ്റർ മെയ്ബൻ, അദ്ദേഹം തിരിച്ച് ചർച്ചിലേക്ക് പോയി. 2 ഒഴിവുകൾ പുതിയ നിയമത്തിനും ക്രിസ്ത്യൻ എത്തിക്സിനും. ക്രിസ്ത്യൻ എത്തിക്സിന് അലക്സാണ്ടർ എം ഐസക് അച്ഛനെയും, പുതിയ നിയമം പഠിപ്പിക്കാൻ എന്നെയും പേര് വെച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് ജോസഫ് ബർത്തോമായോട് ചോദിച്ചു. അലക്സാണ്ടർ എം ഐസക് അച്ഛനോട് പൊക്കോളാൻ പറഞ്ഞു. അച്ഛൻ ഇപ്പൊ UTC പഠിപ്പിക്കുന്നു, എന്നോട് പോകണ്ട. ഞാൻ ചോദിച്ചു എന്താണ്? അച്ഛൻ പോകണ്ട, അച്ഛന് പെർമിഷൻ ഇല്ല. ഇനി സ്വർഗത്തിൽ ചെന്നിട്ട് വേണം എനിക്കൊന്ന് ചോദിക്കാൻ, എന്നാലും എന്നോട് ഇങ്ങനെ. അതെന്തിനാ അങ്ങനെ ചെയ്തെന്നോ? എന്നാൽ എന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു UTC പഠിപ്പിക്കാൻ. അന്ന് തിരുമേനി അനുവദിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ നല്ല മിടുക്കനായിട്ട് UTCയിൽ പഠിപ്പിക്കണ്ടേ. പക്ഷെ തിരുമേനി പറഞ്ഞു വേണ്ട. അപ്പോൾ വേണം വേണ്ട, യെസ് നോ. എന്നാൽ തിരുമേനി, ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, തിരുമേനിക്ക് വേറൊരു സൂത്രം സ്വീകരിക്കാമായിരുന്നു. അച്ഛൻ പോകണ്ട എന്ന് പറയുന്നതിന് പകരം ഇത് സിനഡിൽ വല്ലതും വെച്ചിട്ട് പിന്നെ എന്നെ കാണും, അച്ഛാ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛനെ വിടണമെന്ന്, പക്ഷെ സിനഡിൽ ആരും സമ്മതിക്കത്തില്ലെന്ന് വേണേ പറഞ്ഞാൽ തിരുമേനിക്ക് എന്റെ മുമ്പിൽ ആരാവാം? അങ്ങനത്തെ ഉഡായിപ്പ് പരിപാടിയൊന്നുമില്ല. പഴത്തിനകത്ത് സൂചിയില്ല. സൂചി വേറെ, പഴം വേറെ. ഇന്ന് ഇത്തരം മനുഷ്യരെ കണ്ടുകിട്ടുക അപൂർവമാണ്. ഒരു പക്ഷേ നമുക്ക് വളരെ റഫായും ഒട്ടും റിഫൈൻഡ് അല്ലെന്ന് തോന്നാം, പക്ഷേ വിശ്വസിക്കാം. ഇപ്പോഴും എനിക്ക് ആ ദണ്ണം മാറിയിട്ടില്ല. ലൂക്കോച്ചാൻ എന്നെ ഇതിന് വിളിച്ച് ഞാൻ വന്നെങ്കിലും എന്നാലും എനിക്ക് UTC കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് തിരുമേനി തന്നില്ലല്ലോ. എങ്കിലും എന്നാലും സാരമില്ല. സൂത്രങ്ങളൊന്നും പറയാതെ അച്ഛൻ പോണ്ട, അത് തിരുമേനിയുടെ അഭിപ്രായമായി എന്നോട് പറയുകയും എനിക്ക് എന്തെങ്കിലും അനിഷ്ടം തോന്നിയാൽ അത് ആരോട് തോന്നിക്കോട്ടെ, എന്നോട് തോന്നട്ടെ. നമ്മളാണെങ്കിൽ ആരും അങ്ങനെ ഒരു റിസ്ക് എടുക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒറ്റ ഫേസേ ഉള്ളൂ.